ഇന്ത്യൻ യുവത്വം വിദ്യാർത്ഥികളും യുവാക്കളും ഭാവിയുടെ വാഗ്ദാനവും പ്രതീക്ഷയും മാത്രമല്ല രാജ്യത്തിന്റെ വിധാതാക്കൾ തന്നെയെന്ന് തെളിയിക്കുകയാണ് രാഷ്ട്ര തലസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി ഇരമ്പിയാർത്തെത്തിയ ഇന്ത്യൻ യുവത. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെ മോഡി ഭരണത്തിന്റെ ഒരു വ്യാഴവട്ടക്കാലം അട്ടിമറിക്കപ്പെട്ട യുവതയുടെ സ്വപ്നങ്ങൾ ആ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ മാരകമായ ഒരു ബൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രം ദർശിക്കുന്നത്. ഈ യുവത മുന്നേറ്റം CGPയെയും സോനം വാങ്ചുങ്ങിനെയും മറികടന്ന് രാഷ്ട്രത്തിനുമേൽ നീരാളിപ്പിടുത്തം മുറുക്കിയ ഫാസിസ്റ്റ് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ എല്ലാ ആഖ്യാനങ്ങളെയും തിരസ്കരിച്ച് ജനാധിപത്യ പുനഃസ്ഥാപനത്തിനുള്ള അപ്രതിരോധ ആഹ്വാനമായി മാറിയിരിക്കുന്നു. CJPയും വാങ്ചുങ്ങും അതിനൊരു നിമിത്തമായെങ്കിൽ അവർ തുറന്നുവിട്ടത് അപ്രതിരോധ്യമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സുനാമിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണമുന്നണി NDAയുടെ യോഗത്തിൽ വാഗ്ദാനം നൽകിയ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ കുറ്റാരോപിതരായ 1 ഡസനിൽ പരം പേരെ തുറങ്കിലടച്ചുകൊണ്ട് മാത്രം കെട്ടടങ്ങുന്ന രാഷ്ട്രപ്രകടനം മാത്രമായിരിക്കില്ലെന്ന് ഇതിനകം പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുന്നു. നീറ്റ് അടക്കം ഇന്ത്യൻ യുവതയുടെ ഭാവി തകർത്ത പരീക്ഷാ പേപ്പർ ചോർച്ചകളും ക്രമക്കേടുകളും ഭരണകൂട അട്ടിമറികളും യാദൃശ്ചിക സംഭവങ്ങളല്ലെന്ന് നരേന്ദ്രമോദി ഭരണകൂടം ആസൂത്രിതമായി കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും നിസ്സാര ഘടകങ്ങൾ ആണെന്നും ഇന്ന് ഇന്ത്യൻ യുവത്വത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഹുജനരോക്ഷം ആ സംവിധാനത്തെ തന്നെയാണ് അഭൂതപൂർവമായ കരുത്തോടെ വെല്ലുവിളിക്കാൻ മുതിർന്നിരിക്കുന്നത്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചേതനയെ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഒഴിഞ്ഞുമാറാൻ നീതിബോധവും രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠയുമുള്ള ഒരു ജനാധിപത്യ മതനിരപേക്ഷ ശക്തിക്കും കഴിയില്ലെന്നാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ കാട്ടിത്തരുന്നത്. 31 ദിവസങ്ങൾക്ക് മുമ്പ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ജന്തർ മന്ദറിൽ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ പ്രക്ഷോഭകർ പാകിസ്ഥാൻ ഏജന്റുമാരും രാജ്യദ്രോഹികളുമാണെന്ന് ചിത്രീകരിക്കാനും അവഗണിക്കാനും ദേശീയ മാധ്യമങ്ങളെന്ന് അഭിമാനിക്കുന്ന ഭരണകൂട മടിത്തട്ട് മാധ്യമങ്ങളും സംഘപരിവാർ വൃത്തങ്ങളും കിടഞ്ഞു ശ്രമിച്ചു. അത്തരം ഗീബെൽസിയൻ പ്രചരണ തന്ത്രങ്ങളൊന്നും വിലപോവില്ലെന്നാണ് സംഭവഗതികൾ കാണിച്ചു തരുന്നത്. വാങ്ചുങ്ങിന്റെ ഉപവാസ സമരത്തെ അവഗണിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിലാക്കുകയും വഴി അധികാരവും സേനാബലവും ഉപയോഗിച്ച് ന്യായമായ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്ന് ഭരണകൂടം വ്യാമോഹിച്ചു. അതിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിലേക്ക് സമാധാനപരമായി നീങ്ങിയ നിരപരാധികളും നിരായുധരുമായ വിദ്യാർത്ഥികളെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പോലീസ് നടപടികൾക്ക് ഇരയാക്കി. വിദ്യാർത്ഥികളുടെ മാർച്ചിൽ കടന്നുകൂടിയ സംഘപരിവാർ ഗുണ്ടകളായ ദല്ലാൽ പ്രകോപകരാണ് മർദ്ദനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭകർക്കിടയിൽ വാഹനങ്ങളിൽ കല്ലുകളും കുപ്പികളും എത്തിച്ചതും പോലീസ് ഒത്താശയോടെ അവരാണ്. പോലീസ് പാറ്റേണുകളുമായി രംഗത്തുണ്ടായിരുന്ന ഗുണ്ടകളുടെ ചിത്രങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രക്ഷോഭം മോഡി ഭരണകൂടത്തിന് ഞെട്ടലുണ്ടാക്കിയത് BJP അധികാരത്തിലേറ്റാൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്തവരും BJP അനുകൂല കുടുംബങ്ങളിലെ പുതുതലമുറയുമാണ് പ്രക്ഷോഭത്തിൽ അണിനിരുന്നവരിൽ ഗണ്യമായ ഒരു പങ്കെന്നതുമാണ്. മോഡിയുടെയും സംഘപരിവാറിന്റെയും വർഗീയ പ്രചാരണ തന്ത്രത്തിൽ ഇന്ത്യൻ ജനതയെ എക്കാലത്തും കുരുക്കിയിടാമെന്ന കണക്കുകൂട്ടലാണ് യുവതയുടെ ജനാധിപത്യ മതേതര നീതിബോധത്തിനു മുന്നിൽ തകർന്നു വീഴുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരംഭിച്ച പ്രക്ഷോഭത്തോട് പുറംതിരിഞ്ഞു നിന്ന കോൺഗ്രസ് പാർട്ടിയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളും യാഥാർത്ഥ്യ ബോധത്തോടെ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ തയ്യാറായതോടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. നീറ്റ് പരീക്ഷ ക്രമക്കേടടക്കം അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെയും രാമക്ഷേത്ര കൊള്ളയടക്കം വിഷയങ്ങളിൽ മറുപടി നൽകാതെയും മോഡി സർക്കാരിന് ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം തുടർന്നു പോകാനാവില്ല എന്ന അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങളെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളടക്കം വിഷയങ്ങൾ പാർലമെന്റിലും ജനങ്ങളോടും ചർച്ച ചെയ്യാതെ മുന്നോട്ടു പോകാനാവുമെന്ന ഭരണകൂട ധാർഷ്ട്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തന്റെയും BJPയുടെയും ഭരണം അപ്രതിരോധ്യമാണെന്ന ഭരണകൂട ഔദിത്യമാണ് ശക്തമായി വെല്ലുവിളിക്കപ്പെടുന്നത്. ചോദ്യം ചെയ്യപ്പെടാതെയും ജനവിരുദ്ധ നയ സമീപനങ്ങൾ തിരുത്താതെയും മുന്നോട്ടു പോവാൻ ജനങ്ങൾ അനുവദിക്കില്ലെന്നും ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ സന്നദ്ധമായെന്നുള്ള സൂചനകളാണ് രാഷ്ട്രീയ അന്തരീക്ഷം നൽകുന്നത്. പ്രക്ഷോഭ സജ്ജമായ അന്തരീക്ഷത്തിന്റെ ഊർജ്ജസ്വലതയും വീര്യവും ചോർന്നു പോകാതെ നിലനിർത്തുകയെന്നതാണ് രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളുടെ പരമപ്രധാന ഉത്തരവാദിത്തം.